ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലെ മാവിൽ നിറയെ മാങ്ങ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പഴുക്കാൻ വെച്ച മാങ്ങ നല്ല പാകമായിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം മാമ്പഴ പുളിശ്ശേരി കഴിക്കാനായിട്ട്. ഈ ഒരു ഐഡിയ ആയിട്ട് ഞാൻ അമ്മയെടുത്ത് ചെന്നപ്പോഴേക്കും അമ്മ ഒരു കോളിൽ നല്ല ബിസി ആയിരുന്നു. ഇനി അമ്മേനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ബേസിക് ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുത്തു. ആദ്യം എന്താ, ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ എല്ലാം അതിലോട്ട് ആഡ് ചെയ്തു. ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തു. പിന്നെ എന്താ, ശർക്കര, പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മുളക്, ഉപ്പ്, ഇത്രയും ആഡ് ചെയ്തു. ശർക്കര സത്യത്തിൽ ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കൊട്ടും ഇല്ലായിരുന്നു. ഈ ശർക്കരയും മാങ്ങയും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴാണ് മാമ്പഴ പുളിശ്ശേരിക്ക് അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് വരുന്നത്. അപ്പോഴാണ് അമ്മ കോയിൻസിഡൻ്റലി വന്ന് പറയുന്നത് അമ്മ ഇന്നലെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാമ്പഴവും ശർക്കരയും കൂടി ചേർത്ത് വഴട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തോളാൻ പറഞ്ഞു. അതവിടെ സൈഡിലിരുന്നോട്ടെ. ഈ മാങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഒരു അരപ്പ് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് തേങ്ങ, ജീരകം, വെള്ളം ഇത്രയും ചേർത്ത് അതൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതാ അത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. സോ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. സോ ആ ഒരു ഗ്യാപ്പിൽ അവിടെ ബാക്കിയിരുന്ന മാങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിച്ചു. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്കും എൻ്റെ മാമ്പഴ പുളിശ്ശേരി ഓൾമോസ്റ്റ് സക്സസ് ആണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി നമുക്കുള്ളത് താളിക്കലാണ്. പിന്നെ അതിനായിട്ട് ഒരു ചട്ടി വെച്ച് അതിലാവശ്യത്തിന് വെണ്ണ ഒഴിച്ചു. പിന്നെ കടുകിട്ടു. പിന്നെ കുറച്ച് ഉള്ളി. ഈ കടുകും ഉള്ളിയും കൂടി ഇടുന്ന ഒരു പരിപാടി കുറച്ച് റിസ്ക്കിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ കടുക് വറുക്കുമ്പോഴുള്ള മണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. അത് പണ്ട് മുതലേ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഉള്ളി റോസ്റ്റായി നല്ല ഗോൾഡൻ കളറിൽ വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. കുറച്ച് റിസ്കി ആണെന്നുണ്ടെങ്കിലും ആ ഒരു അപകട സാധ്യതകളൊക്കെ ഞാൻ തരണം ചെയ്ത് അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഇതാ പുളിശ്ശേരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത് ഏകദേശം റെഡിയായി വന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി ഇതാ ടേസ്റ്റ് കൂടി അറിയാനുള്ളൂ. കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.